ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താണ്, കുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, കുട്ടികളുടെ ഒപ്പം ഇരുന്ന് അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കിച്ച് തൂക്കണമെന്നുള്ളത്. അല്ലാണ്ട് നമുക്ക് കാശ് കൊടുത്ത് മേടിക്കണമല്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർ ഉണ്ടാക്കുമ്പോഴാണ് ഇവിടെ ഞങ്ങൾ ഓൾറെഡി 2 ഫ്രെയിം ഇത് പഴയതാണ്. ഇവിടെ ഒരാളും ചെടി ഈതനുണ്ട്, ഇവണ്ട് ഈതനെ കാണിച്ചില്ല. ഏതാ തല കാണിച്ചാ കണ്ട ഈത കണ്ട. നീ വാ, ഇവൻ്റെ അങ്ങനെ തന്നെ കാണിക്കട്ടെ, കാണിക്കാം ഇവിടെ ഈ വാ. അപ്പൊ സ്റ്റാർ ഉണ്ടാക്കാൻ നമ്മളല്ലേ. ഇപ്പൊ ഇതൊരു വലുത് കാണിച്ചാൽ രണ്ടും കാണിച്ചാൽ ഇതൊരു ചെറുത് ഫ്രെയിം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ഇനിയിപ്പോ ഏത് സൈസ് ഉണ്ടാക്കാൻ നമുക്ക് ഇത് വലുത് മതിയാ. വലുത് വലുത് ആഴ്ച ഉണ്ടാക്കാൻ നമ്മൾ ആദ്യമല്ല, ഇനി ഇത് നമ്മുടെ കയ്യിൽ 2 ഉണ്ട്, ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. അതിന് വേണ്ടി നമുക്ക് കിട്ടിയത് മഞ്ഞ മുള കണ്ട. ഇത് എനിക്ക് ഈറ്റായിരുന്നു, ഇത് മഞ്ഞ മുളയാണ് കിട്ടിയേക്കണത്. എന്തായാലും എന്ത് വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം, സാധാ മുളയിലും ഉണ്ടാക്കാം, പക്ഷെ കട്ട് ചെയ്തെടുക്കാൻ ഇത്തിരി പണിയായിരിക്കും. അപ്പോൾ ഈറ്റ കിട്ടിയത് എല്ലാവർക്കും നല്ലത്. ഇതേ അപ്പോൾ അതിന് വേണ്ട ടൂൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതായാലൊട്ടിക്കാനുള്ള വൈറ്റ് പേപ്പർ അതെല്ലാം ഓർഡറിൽ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ഈ സെയിം അളവിൽ ഉണ്ടാക്കണം. അതിനാണ് ഈ പേപ്പർ കൊണ്ടെന്ന് വെച്ചാൽ എന്താ കൺഫ്യൂഷൻ ആവണ്ട. ഈ സെയിം അളവ് എടുത്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതിന് വേണം. അപ്പോൾ നമുക്ക് ഏതൊരു വലിപ്പം വേണം. ഇപ്പോൾ ഇത് വാൽനക്ഷത്രം ഉണ്ടോ, വാൽനക്ഷത്രം. അപ്പോൾ ഈ വാൽനക്ഷത്രത്തിൽ ഈ വാലില്ലേ, അതിൻ്റെ നീളം നമ്മുടെ മൈൻഡിലുണ്ടാവണം ഏകദേശം, അല്ലെങ്കിൽ ഒരു അളവുണ്ടാവണം. അപ്പോൾ അത് ആദ്യം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോണേന് ഓരോന്നും ഒരു ഓർഡറിൽ ഞാൻ കാണിച്ചു തരാം. ആരംഭിക്കാം. എന്നിട്ട് ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിൽ പേപ്പർ ബാക്കി ഉണ്ടെങ്കിൽ ഇതും വെച്ചുണ്ടാക്കാം. അല്ല, എല്ലാത്തിനും ഒട്ടിക്കണം നമുക്ക് പേപ്പർ. ബാക്കി ഉണ്ടല്ലോ, അപ്പുറത്തുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ മറ്റേ ഇതിന്റെ അളവ് നോക്കിയിട്ട് മുറിക്കാൻ പോണേ അല്ലേ. അപ്പൊ ഈ സൈസുള്ള സ്റ്റാർ ഉണ്ടാക്കണമെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ നീളമുള്ളതില്ലേ, ഈ വാൽനക്ഷത്രം ഉണ്ട് നമ്മൾ ഉണ്ടാക്കണത്. വാൽനക്ഷത്രം അല്ലെങ്കിൽ എല്ലാം ഏകദേശം ഈക്വലായിരിക്കും. ഇതിപ്പോൾ വാൽനക്ഷത്രം ആയതുകൊണ്ട് ഇത് നീളം കൂടിയ വശമാണ്. അതിൻ്റെ 4 പീസ് വേണം, 1 2 3 4 ബാക്കിൽ. അപ്പൊ ആ 4 പീസ് നമ്മൾ ഇതിൽ കട്ട് ചെയ്യാൻ പോണേണ്ട ആദ്യം. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടിരിക്കണം 4 പീസ് ആദ്യം പറഞ്ഞാല് 4 പീസ് റെഡിയാണ്. അതായത് ഈ 1 2 അതിന്റെ ബാക്കിൽ ഇത്. ഇനി നമുക്ക് വേണ്ടത് ഈ അളവിൽ 1 2 3 ഇങ്ങനെ 3 പീസും ഫ്രണ്ടിലുണ്ട്, ബാക്കിലും 3 പീസ് ഉണ്ട്. അപ്പം അത് 6 പീസ് ആ ഒരു അളവിൽ വേണം. അപ്പം അതെടുക്കാൻ പോകുന്നു. ഇവിടെ എങ്ങനെയാണ് എന്താണ് എന്താന്ന് നൈസി കുഞ്ഞു വന്നുണ്ട്. നൈസി കുഞ്ഞു വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു അല്ലേ. നമ്മളെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നൈസിനോട് സ്റ്റാർ ഉണ്ടാക്കാൻ പോകണം. ഈ വെച്ച് സ്പെഷ്യൽ സ്റ്റാർ ഉണ്ടാക്കാൻ. അപ്പൊ അടുത്ത 6 പീസാണ് ഇപ്പൊ കട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചത് 4 എണ്ണം. ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇതുണ്ട ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവും. അപ്പം ഈ ചാടി നിൽക്കുന്ന പീസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ലെവലാക്കി എടുക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ സാധാരണ കത്തിക്ക് മതി, ഇത്ര ഉള്ളത്. പിന്നെ ഇവിടെ ബാക്കി 6 എണ്ണം. അപ്പോൾ നമ്മുടെ എന്താണ് വലുത് വാൽനക്ഷത്രത്തിൻ്റെ 4 പീസ് എടുത്തായിരുന്നു. മറ്റേത് നമ്മൾ 3 എണ്ണം വെച്ച് 6 പീസ് എടുത്തായിരുന്നു ചെറുത്. അതെ, ഇത് സ്റ്റാറിൻ്റെ രീതിയിൽ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഓരോ എഡ്ജും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നൂലിട്ട് കെട്ടിക്കൊടുക്കും. അതുപോലെ ഇവിടെയും കെട്ടണം, ഉള്ളിലും കെട്ടണം. കണ്ട എല്ലായിടത്തും അത് ശരിയാകും. അവിടെ എല്ലായിടത്തും കെട്ടണം. കണ്ട എന്നിട്ടൊരു സ്റ്റാറിൻ്റെ ആകൃതിയിൽ നമ്മൾ കെട്ടിയെടുക്കണം. ഇവിടെ എല്ലായിടത്തും കെട്ടണം കേട്ടോ. വേണമെങ്കിൽ കെട്ട് കമ്പി യൂസ് ചെയ്യാം നേരിയത്, ഇല്ലെങ്കിൽ നൂല് വെച്ച്. ഇപ്പോൾ ഞങ്ങൾ എടുത്തേക്കണത് നൂലാണ് എടുത്തേക്കണത്, ടോയിൻ നൂലാണ് എടുത്തേക്കണം. കണ്ട ചാക്കിലൊക്കെ ഉണ്ടെങ്കിൽ കണ്ട ഇത് വെച്ചാണ് കെട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പം അങ്ങനെ 2 പീസ് ഇതേപോലെ തന്നെ ഒരെണ്ണോടെ എക്സ്ട്രാ വരും. അത് കഴിഞ്ഞിട്ട് ബാക്കിയാണ് ചെയ്യാം. ഇവിടെ ഞങ്ങളുടെ നൈജീരിയേട്ടൻ വന്നിട്ടുണ്ട് അല്ലേ. നൈജീരിയേട്ടനും കൂടിയിട്ടുണ്ട് സ്റ്റാർ ഉണ്ടാക്കാൻ. ഈതപ്പനെ ഇവിടെ പീരങ്കി ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. എന്താണെന്ന് അവനും മനസ്സിലായിട്ടില്ല. ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മൾ സ്റ്റാറിൻ്റെ ഒരെണ്ണം നമ്മൾ കെട്ടി അതിൻ്റെ മേളിൽ തന്നെ വെച്ചേക്കണ കെട്ടാൻ വേണ്ടി എടുത്തത്. കണ്ട അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യണവരാണെങ്കിൽ കേട്ടോ, ചെയ്യണവർക്ക് മനസ്സിലാവും, ഇല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ
ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ട്, ഇങ്ങനെയൊക്കെ വളഞ്ഞൊക്കെ പോകും. അപ്പോൾ ഒരെണ്ണം നമ്മൾ കെട്ടി വെച്ചേക്കുന്നതിൻ്റെ മേളിൽ വെച്ചിട്ട് അടുത്ത മൂലകൾ കെട്ടിക്കഴിഞ്ഞ് കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ കിട്ടും. അപ്പോൾ 2 ഫ്രെയിം ഒരേപോലെ അത് ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചാൽ വെച്ച് തുടങ്ങാം. എന്നാൽ കെട്ടിക്കോ. അപ്പോൾ നമ്മുടെ 2 പീസ് കണ്ടല്ലോ, മേളിൽ വെക്കാൻ പറഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് വെച്ചതിന് ശേഷം. ഇതപ്പോൾ എന്തായാലും നെക്സ്റ്റ് ചെയ്യാൻ പോകണം നമ്മൾ. ആ പേപ്പർ അത് കഴിഞ്ഞിട്ട് അതിന് മുന്നേ ഈ കെട്ടിലെല്ലായിടത്തും ചിലതൊക്കെ മുറുകിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു ഇത്തിരി ഇതുണ്ടാവും ഇങ്ങനെ. ഇപ്പോൾ ഫെവിക്കോളുണ്ട്, ഫെവിക്കോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതവിടെ ഒട്ടിയിരുന്നോളൂ. ഒരു അരമണിക്കൂർ വെച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടിരുന്നോളൂ എല്ലായിടത്തും, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പശ ഇടണതാണ്, ബാക്കി അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നമ്മളിതിപ്പോൾ എന്താ 200 കൊണ്ടാണ് കെട്ടിയതെന്ന് പറയില്ലേ ചാക്കിൽ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി ഗമ്മിട്ടത്. ഗമ്മ് ഇട്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കാനൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ കെട്ടിയപ്പോൾ ഇത്തിരി ലൂസൊക്കെ ഉണ്ട്, അപ്പോൾ അത് ടൈറ്റ് ആവാൻ വേണ്ടിയാണ് ആ ഗമ്മിട്ട് കൊടുത്തത് കേട്ടോ. ഇല്ലെങ്കിലും ഇപ്പോൾ വിഷയമൊന്നുമില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. അതിന് ശേഷം ഇതുണ്ടോ, ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത് ഇതുണ്ടോ, ഇത് പുറം വശമാണ് വെച്ചാൽ ഇത് തിരിച്ച് വെക്കരുത്. ഇതില്ല, മനസ്സിലായോ? എല്ലാം ഈ ഒരു സൈഡ് കാണുന്ന മുഴുവൻ പുറമാണ്, അപ്പുറവും പുറമാണ് കാണുന്നത് ഈ മറ്റേ മുളയുടെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇത് ഒരെണ്ണം കമത്തി വെക്കും. ഇത് കമത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇതേ ഒരു കെട്ട അരിഞ്ഞ് പോയിട്ടുണ്ട്, അത് നമുക്ക് കെട്ടാം. ഇതിങ്ങനെ കമത്തി വെച്ചതിന് ശേഷം ഇതിങ്ങനെ മേളിൽ വെക്കും. കണ്ടോ, ഇങ്ങനെ മേളിൽ വെക്കും. മേളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതേ 1 2 3 4 5 ഈ 5 മൂലം നമ്മൾ കെട്ടും. കെട്ടിക്കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഓരോ പീസ് വെച്ച് കൊടുക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഗമ്മ് ഉണങ്ങിയിട്ടില്ല, അതിനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ ഫ്രെയിം റെഡിയായി. സ്റ്റാർ റെഡി ആയിട്ടില്ല, ഫ്രെയിം. അത് 2 ഫ്രെയിമാണ് ഇരിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതുണ്ട്, അറിയാത്തവർക്ക് വേണ്ടി ഒന്നും പറഞ്ഞത് ഇതിൻ്റെ ഇടയിൽ ഈ ഒരു പീസില്ലേ, അത് നമുക്ക് കണ്ട അവളെ അളന്ന് നിൽക്കുന്നത്, കണ്ട അളന്നൊക്കെ വെച്ചേക്കാണ്. കാരണം നമുക്ക് ഈ സെയിം സൈസിലുള്ള സ്റ്റാറുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ അളന്ന് നോക്കിയേക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ 4 അല്ലെങ്കിൽ 5 എന്നുള്ളടത്ത് 6 ആയാലും കുഴപ്പമില്ല. അത് നമ്മൾ ജസ്റ്റ് ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഇത് തമ്മിൽ അകത്തി വെച്ചാൽ മതി. കാരണം നമ്മളിവിടെ കെട്ടി വെച്ചേക്കാണല്ലോ, ഇതല്ല ഇതിങ്ങനെ അകത്ത് ഒന്ന് കാണിച്ചിട്ട് ഇതിങ്ങനെ അകത്തിക്കുന്ന പീസ് വെച്ചാൽ മതി ഇതിനകത്ത്, മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പോൾ കാരണം ഈ മൂലകളെല്ലാം നമ്മൾ കെട്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ആ പീസ് കെട്ടണമെന്നൊന്നുമില്ല, ഇങ്ങനെ വെക്കണത്. അതൊരു ഗമ്മിട്ട് കുറച്ച് നേരം വെച്ചാലും മതി, നല്ലൊരു ഗ്യാപ്പ് കൊടുക്കും. പീസ് എടുത്തോ. അതിന് ശേഷം നമ്മൾ കൈ നോച്ചാൽ ഇവിടെ ഒരു സ്റ്റിക്ക് കൊടുത്ത് ഇവിടെ ഒരെണ്ണം കൊടുത്ത് കണ്ട അതിന് അടുത്ത ഇപ്പോൾ മനസ്സിലായി. ഇതെങ്ങനെ ജസ്റ്റ് പൊക്കി വെച്ചാൽ മതി, കണ്ട. അത് ഒട്ടിക്കണമെന്നൊന്നുമില്ല, കെട്ടണമെന്നുമില്ല. പക്ഷേ എന്നാലും നമ്മൾ ഇത്തിരി ഗമ്മിട്ട് കൊടുക്കും 2 സൈഡ്. അപ്പോൾ അവിടെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി വെച്ചോളാം. അപ്പുറത്ത് ചാടിപ്പോയി അങ്ങനെ പോകാറുണ്ട്, കുഴപ്പമില്ല. നമുക്ക് അത് ഇതിൻ്റെ മേളിൽ വെച്ചിട്ടായിരിക്കും, നീ ഇപ്പുറത്ത് വെച്ചാൽ ശരിയായിരിക്കും. അത് നമുക്ക് നോക്കാം. നീ ഇത് അവിടെ വെച്ചാൽ നോട്ടെ. ഓക്കെ, സെറ്റ്. കണ്ടോ, ഇപ്പോൾ സ്റ്റാറിനൊരു ഇതല്ല. ഇനി നമ്മളിത് മറ്റേ പേപ്പറൊക്കെ ഒട്ടിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് വന്നതിന് മുന്നേ ഞങ്ങൾ ഒന്ന് ഗമ്മൊക്കെ റെഡിയാക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ ഇത് പഴയ ഫ്രെയിമിൽ, മറ്റേത് നമ്മൾ ഇവിടെ ഉണക്കാൻ വെച്ചേക്കണേണ്. അപ്പോൾ ഇതിൽ നമ്മൾ പേപ്പർ ഒട്ടിക്കാൻ പോണേ, പേപ്പറൊക്കെ റെഡിയാണ്. അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് ഭാഗമാണ് ഒട്ടിക്കേണ്ടത് കേട്ടോ. അതിന് ശേഷം 2 സൈഡും ഒട്ടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ സൈഡ് ഒട്ടിച്ചതിന് ശേഷമാണ് ഈ സൈഡും ഇപ്പുറത്തെ സൈഡും ഫ്രണ്ടും ബാക്കും ഒട്ടിക്കേണ്ടത് കേട്ടോ. സൈഡ് ഒട്ടിക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഗമ്മ ഓടിച്ച് വിടണം, കണ്ടോ. ഇങ്ങനെ ഗമ്മ ഓടിച്ചിട്ട് ശേഷം കാണിച്ചു തരാം. ഇങ്ങനെ പേപ്പർ വെച്ച് ഒട്ടിക്കണം. ബാക്കി അതിൻ്റെ കട്ട് ചെയ്ത് കളയാം ഉണങ്ങിയതിന് ശേഷം. അതിന് ശേഷമാണ് ഈ സൈഡ് മുഴുവൻ കവർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ 2 സൈഡ് ഒട്ടിക്കുന്നത്. എന്തായാലും ഞാൻ സൈഡ് ഒട്ടിക്കാൻ പോണെയാണ്. എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം അല്ലേ? ഏത് വേണമെങ്കിലും ഫ്രണ്ടും ബാക്കും ആക്കാം, ഭംഗി നോക്കിയിട്ട് അല്ലേ? ഒട്ടിക്കാൻ പോണേ, ഫ്രണ്ട് ഒട്ടിക്കാൻ പോണേ. അപ്പോൾ ഇതുപോലെ എന്താണ് പറയുക, വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചെടുത്ത് ഇങ്ങനെ ഒരു സ്റ്റാറൊക്കെ ഉണ്ടാക്കി ഇടുന്നതിനൊരു ഭംഗി വേറെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുഖം വേറെയാണ്. അപ്പോൾ കാശ് കൊടുത്ത് മേടിക്കാൻ കിട്ടില്ല. നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയല്ലേ, ആളി പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നൈസേ എല്ലാവരും ഇത് കിടക്കണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരെണ്ണം ഉണ്ടാക്കിയിടാൻ ശ്രമിക്കുക എല്ലാവരും, മേടിക്കണം. അല്ലാണ്ട് ഒരെണ്ണം മേടിച്ചിട്ടോ പ്ലസ് ഒരെണ്ണം ഉണ്ടാക്കി കൂടി ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ? തുടങ്ങാം. അപ്പോൾ ശരി. അപ്പോൾ നമ്മളാ ഇനിയിപ്പോ മറ്റേ ബൾബ് ഇടാൻ അല്ലേ, ബൾബ് ഇടാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കും. എന്നിട്ട് വേണമെങ്കിൽ ഇവിടെ ഒരു ഹുക്കും മറ്റൊരു കെട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തൂക്കിയും ഇടാം,
ബൾബും അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാം. എന്നിട്ടാണ് നമ്മളത് തൂക്കണത്. പിന്നെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് വേണമെങ്കിൽ ഇവിടെ ചുറ്റി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലേ തൂങ്ങിക്കിടത്തോളും. പിന്നെ കളർ പേപ്പർ വേണമെങ്കിൽ നമുക്കിപ്പോൾ വൈറ്റ് വേണമെന്ന് തോന്നിയോണ്ടാണ്. കളർ പേപ്പർ വേണമെങ്കിൽ ഇങ്ങനെ ബോർഡറിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. മറ്റേ പേപ്പർ കണ്ടിട്ടില്ലേ ഇങ്ങനെ കട്ട് ചെയ്തിരുന്ന ഒന്ന് കാണിച്ചു കൊടുത്താലേ വെച്ച്. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ കത്രി ഇല്ലാത്തതുകൊണ്ട് താഴെ പോയി എടുക്കണം മടി കൊടുത്തിട്ട് ബ്ലേഡിന് കാണിച്ചു തന്നെയാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എന്നാലും ചിലവർക്ക് ഇത് ഭംഗിയായിരിക്കും ഇത് കാണാൻ. ഇപ്പം ഇങ്ങനെ നമ്മൾ നൈസായിട്ട് അരിഞ്ഞിട്ടിട്ട് കണ്ടോട്ടാ. ഞാൻ വെറുതെ ഓടിച്ചു വിട്ട് കാണിച്ചു തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇത് വെക്കണില്ല. എന്നാലും ചിലവർക്ക് വെക്കണമെന്ന് തോന്നിയാൽ ചെയ്യാൻ വേണ്ടിയാണ്. കണ്ടോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തണ്ട. ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ കിടക്കും. കണ്ടോ കണ്ട അപ്പം ഇങ്ങനെ ഒരു ഭംഗിയിൽ കിടക്കും. അതിന് വേണ്ടിയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലാത്ത പക്ഷം വേണ്ട. പിന്നെ അതുപോലെ ബോർഡറിൽ ഞാൻ പറഞ്ഞാൽ കളർ പേപ്പറൊക്കെ ഒട്ടിക്കാവുന്നതാണ്. ഗോൾഡൻ കളർ അല്ലെങ്കിൽ റെഡ് കളർ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ. ഞങ്ങൾക്ക് ഫുൾ വൈറ്റ് ആണ് ആവശ്യം അല്ലേ ചേച്ചി? അതുകൊണ്ട് ഞങ്ങൾ വെക്കാനുള്ളത് ജസ്റ്റ് കാണിച്ചു. ഇതുണ്ടല്ലോ നമ്മളെ ഗമ്മിട്ടായിരുന്നു. ഗമ്മൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ബാക്കി 2 സ്റ്റാർ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് പഴയത്. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കിയത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്റ്റാറാണ് ഇനിയിപ്പോൾ ഒട്ടിക്കാനുള്ളത് അല്ലേ ചേച്ചി? ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? പേപ്പർ ഒട്ടിക്കാൻ ഇപ്പൊ കാണാപ്പാടോ ഇല്ലേ? ഇനി ഒട്ടിച്ചോളൂല്ലേ ചെയ്തോളൂല്ലേ? കണ്ട ഈ വെച്ച് ഓക്കെ ഉഷാറായി. ബാബ എങ്ങനെയാണ് സൈഡ് ആദ്യം ഒട്ടിക്കും അല്ലേ? അതാരണോന്ന് ആയിട്ട് ഇതെങ്കിൽ ഇത്ര നേരം കണ്ടത് ഇന്നലെ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ വേറെ ദിവസമാണ് ഞങ്ങളിത് ബാക്കി ഷൂട്ട് ചെയ്യണം. പിറ്റേ ദിവസം അല്ലേ ചേച്ചി? അതാണ് ഈ വെച്ച് യൂണിഫോമിലാണ് രണ്ടുപേരും അല്ലേ? ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞാണ്. അതായത് നമുക്ക് ഇതും കൂടി ഒട്ടിക്കാനുണ്ട്. അത് മുഴുവനായില്ല. ഏത് നമ്മൾ ഉണ്ടാക്കിയ സ്റ്റാർ മറ്റേത് ഇവിടെ ഇരുന്ന് വെച്ചാണെന്ന് പറഞ്ഞില്ല. അത് കഴിഞ്ഞു. ഇതിനകത്ത് എന്തോ പറ്റിയെന്ന് വെച്ചാൽ പേപ്പർ 2 കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ രാത്രി അറിയൂല ലൈറ്റ് വരുമ്പോൾ. പക്ഷേ രാവിലെ ഇത് നല്ലോണം വ്യത്യാസം അറിയും. കണ്ട ഇത് കുറച്ചും കൂടി വൈറ്റ് ആണ്. അപ്പോൾ ആ പേപ്പർ 2 ദിവസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞേക്കാണ്. നാളെ കിട്ടും വെക്കാം. അപ്പോൾ നാളെ കിട്ടുമ്പോൾ അതും കൂടി നമ്മൾ ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ കൂടി ചേർത്ത് ഒരു സ്റ്റാർ ഉണ്ടാക്കിയിടാൻ ശ്രമിക്കുക അല്ലേ? അടിപൊളിയല്ലായിരുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം തൊട്ട് ഇത് നമ്മൾ എന്താ കത്തി പിള്ളേർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി ഇവ ചെയ്തോളൂല്ലേ? പണി പിടിച്ചില്ലേ? പിന്നെ അത് ഉണ്ട്. പിന്നെ അതുപോലെ ഇന്നലെ നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇവിടെ ചുളുക്കൊക്കെ ഉണ്ട്. ഇത്തിരി നേരെയായിട്ടുണ്ട്. വെയിൽ കൊണ്ട് കഴിയുമ്പോൾ കുറച്ച് ടൈറ്റായി കിട്ടും. അതാണ്. അപ്പോൾ സ്റ്റാർ ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി സമയമുണ്ട്. വൈകിട്ടില്ല. ക്രിസ്മസ് ഒക്കെയാണ്. നേരത്തെ തന്നെ ഈറ്റ അല്ലെങ്കിൽ മുള എടുത്തിട്ട് അല്ലേ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റാർ കട്ട് ചെയ്ത് റെഡിയാക്കുക അല്ലേ? ഇത് നോക്കി ഇതേ വേറൊരു സ്റ്റാറും കൂടി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. സ്കൂളിലുള്ള ഉണ്ടാക്കിയാണ് കാച്ചി അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയ സ്റ്റാറുകളൊക്കെ ഇവിടെ തൂക്കി കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും വൈകിട്ടില്ല. ഇതൊക്കെ കൊണ്ടുവന്നേ. നിങ്ങൾക്ക് വൈകിട്ടില്ല. ക്രിസ്മസ് ഇപ്പോൾ എന്താണ് ഇനിയും ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ഈറ്റ അല്ലെങ്കിൽ മുള സംഘടിപ്പിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ വീഡിയോ കാണിച്ചാൽ അറിയാത്തവർക്കാണ് പറഞ്ഞത്. പിള്ളേരൊക്കെ ഇട്ടിട്ട് ചേർന്നത് പോലെ ഒരു സ്റ്റാർ ഉണ്ടാക്കി വീട്ടിലിട്ടാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ? അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അല്ലേ? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറെ ഒന്നും പറയുന്നത് എന്താ? ഒരു ബൈ കൊടുത്ത്.